ഇതൊരു ക്ലാസ്സാണ് കേട്ടോ, ഇതൊരു ഗണന പ്രസംഗമല്ല, ഇതൊരു ക്ലാസ്സാണ്. ഇതെന്തിനാണ് ഈ ക്ലാസ്? അതൊരു ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്. എന്താണ് ഉത്തരവാദിത്വം? ഞാൻ പറഞ്ഞല്ലോ, വലിയുള്ളാഹിയുടെ ജീവിതകാലത്തും ഞാൻ പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട്. വഫാത്തായപ്പോൾ മയ്യിത്തിൻ്റെ കൂടെ ഞാനുണ്ട്. അങ്ങനെ വളരെയേറെ ബന്ധമുള്ള എനിക്ക് വലിയൊരു വേദന. എന്താ വേദന വെച്ചാൽ, ഇപ്പോൾ ഈ പുത്തൻവാദികളൊക്കെ ഇങ്ങനെ ഓരോരോ ക്ലിപ്പ് ഇട്ടിട്ട് വലിയുള്ളാഹിനെ കടിച്ചു കീറുകയാണ്, വലിയുള്ളാഹിയെ കടിച്ചു കീറുകയാണ്. അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് ഉത്തരവാദമുള്ളവർ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള തീക്കൊള്ളി കൊണ്ട് തലയൊറിയാൻ പാടില്ല, തീക്കൊള്ളി കൊണ്ട് തലയൊറിയാൻ പാടില്ല. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് വലിയ സംഗതിയാണ്. അത് അള്ളാഹ് പറഞ്ഞ എന്താണ്? അലാ, പറച്ചലിന്റെ കോല നോക്ക് നിങ്ങൾ. അലാ, അറിഞ്ഞോളണം, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയാ, അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടിയില്ല, വലഹും യഹ്സനൂൻ, അവർക്കൊരു മുഷിപ്പുമില്ല. എത്ര എത്ര ഗൗരവത്തിലാണ് അല്ലാഹുവിന്റെ പറച്ചിൽ. എല്ലാവരും അറിഞ്ഞോളണം, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ട് പിന്നീട് അല്ലാഹു തആല അവിടെ പറയുന്നത് ഖുർആനിൽ ആരാണ് ഔലിയാക്കൾ എന്ന്. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ ഭയങ്കരാണ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും തോന്നും ഞാനും ഔലിയാന്ന് എല്ലാവരും വിചാരിച്ചാൽ നല്ലതാണ്. അവർക്ക് മുദ്ദഈകൾ എന്നാണ് ഔലിയാക്കൾ പറയാം. മുദ്ദഈകൾ, ആ മുദ്ദഈകൾ, മുഫ്തരീങ്ങൾ, ഖദ്ദാബുകൾ, അങ്ങനെയൊക്കെയാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഒക്കെ ഭാഷ. അത്തരം ആളുകൾ അവരുടെ ഈ കോപ്പിരാട്ടികളും അവരുടെ ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ മൊത്തം ഔലിയാക്കളെ സംബന്ധിച്ചുള്ള ധാരണയും ബഹുമാനവും ജനങ്ങളെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടും. അത് വലിയ അബദ്ധമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം ചോർന്നു പോലാണ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ആളുകൾക്ക് ആരാണ് ഔലിയാക്കൾ, എന്താണ് അവരുടെ മർത്തബ, ഔലിയാക്കളെ എങ്ങനെയാണ് നാം സമീപിക്കേണ്ടത് എന്നൊക്കെ നന്നായി പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. മുമ്പ് കാലത്ത് അതിൻ്റെ ഒന്നും വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം അത് നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഒരു സംസാരം മാത്രം, ഇന്നിപ്പോൾ എല്ലാം കൂടി പറയാനും കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഈ സംസാരം തുടരും. അത് ചിലപ്പോൾ നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല, ചിലപ്പം ഓൺലൈനിൽ തുടരും. കാരണം ഞാൻ ഇപ്പോൾ അടുത്ത് ഒരു പ്രസംഗം കേട്ടു. അത് നോക്കുമ്പോൾ നമ്മളെ പാട്ടുകാരൻ്റെതാണ്, നാദാപുരത്തൊന്ന് പാട്ടുപാടി ഒരുങ്ങായിണ്ടല്ലോ, മൂപ്പരതാണ്. അപ്പോൾ മൂപ്പരിങ്ങനെ എന്താണ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹിനെയും മറ്റുള്ള ഔലിയാക്കളെയും ഒക്കെ വളരെ അടച്ച് ആക്ഷേപിച്ച് ഇങ്ങനെ സംസാരിക്കാൻ. അല്ലാഹ് അയാൾക്ക് ഇപ്പം മരുന്ന് കൊടുക്കുന്നില്ല, അയാൾക്ക് മരുന്ന് ഞാൻ വേറെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അവരെ തൊട്ട് കളിക്കാൻ പാടില്ല, കളിക്കാനുള്ളതല്ലത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പക്ഷേ ഏതൊരുത്തരും പറഞ്ഞുകൂടെ ഞാൻ വലിയാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ ഒന്നുകൂടെ ഉണ്ട്. അല്ലാഹ് പറയാൻ ആരാണ് ഔലിയാക്കൾ അവിടെ അങ്ങ് വിശദീകരിക്കാൻ. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ ആരാണ്? ഉറച്ച വിശ്വാസമുള്ളവർ, ഒരു സംശയമില്ല അവർക്ക്, ഉറച്ച വിശ്വാസമുള്ളവർ. വകാനൂ യത്തഖൂൻ, അവര് മുത്തഖീങ്ങളുമാണ്, അഥവാ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ മനസ്സിൽ അഹങ്കാരമില്ല. അത്തഖ്വാ ഹാഹുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തഖ്വ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സ് വളരെ ശുദ്ധമാണ്. ആരോടും അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ഒരഹങ്കാരവും അവർക്കില്ല. അങ്ങനെ മനസ്സ് വളരെ ശുദ്ധമാണ്. അവരോട് കൽപ്പിക്കപ്പെട്ട വിഷയങ്ങളെല്ലാം അവരെടുക്കുകയാണ്, വിരോധിക്കപ്പെട്ടതെല്ലാം ഒഴിക്കുകയാണ്. അതാണല്ലോ വകാനൂ യത്തഖൂൻ. അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറയാണ്, ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർക്ക് സന്തോഷമുണ്ട്, വഫിൽ ആഖിറത്തി, ആഖിറത്തിലുമുണ്ട്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ വചനങ്ങളെ മാറ്റൽ ഇല്ല. ദാലിക ഹുവൽ ഫൗസുൽ അളീം, അതാണ് വമ്പിച്ച വിജയം. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് അവര് നമുക്ക് കളിക്കാനുള്ളതല്ല. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സംസാരവും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണ്. ഇത് തുടങ്ങിയിട്ട് കാലം കുറയായി. എന്ത് ഔലിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് മുമ്പ് ഔലിയാക്കളുണ്ട്,
നബി സല്ലല്ലാഹു നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള സഹാബത്ത് തീർത്തു ഔലിയാക്കളാണ്. അങ്ങനെ ഇങ്ങോട്ട് താഴോട്ട് ഒരുപാട് ഔലിയാക്കളുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഔലിയാക്കൾ ഉണ്ടാവുകയും ചെയ്യും. ചിലർക്കുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉണ്ടാവുന്ന ഇപ്പോൾ ഉണ്ടാവും. ഏത് കാലത്ത് ഔലിയാക്കൾ ഉണ്ടാവും. ഔലിയാക്കളില്ലാത്തൊരു ലോകം ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടം മോശമാകുന്നതിനനുസരിച്ച് ഔലിയാക്കൾ കൂടുതലും മറഞ്ഞു നിൽക്കും. അത് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു പോലുള്ള മഹാന്മാര് ലതായിഫുൽ മിനൻ പോലുള്ള കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ആളുകളിൽ നിന്ന് അവർ ചിലപ്പോൾ മറഞ്ഞു നിൽക്കും. ഏതായിരുന്നാലും ഔലിയാക്കളില്ലാത്ത ഒരു കാലം ഉണ്ടാവില്ല. എല്ലാ കാലത്തും ഔലിയാക്കളില്ലാത്ത ഒരു ലോകം നിലനിൽക്കാൻ കാരണമാണവർ എന്ന് പറഞ്ഞാൽ ലോകത്തിനെ നിലനിർത്തുന്നവരും ലോകത്തെ പടച്ചതും അവരാണ് എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് അങ്ങനെ തെറ്റിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെങ്കിൽ ഇപ്പോൾ സാധാരണ പറയുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെങ്കിൽ ഇവിടെ ദുനിയാവ് ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ പഠിച്ചത് റസൂലുള്ളാഹിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇക്റാം, നബി തങ്ങൾ ഉള്ളത് കൊണ്ട് നബി തങ്ങളെ ബഹുമാനിച്ച് നബി തങ്ങൾ കാരണമായിട്ടാണ് ഈ ദുനിയാവിനെ പടക്കപ്പെട്ടത് എന്നാ പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ ദുനിയാവ് പഠിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഈ സെലഫി ഉണ്ടാകുന്നത് അവർക്ക് ഒറ്റ വാചകത്തിന്റെ അർത്ഥമാണ്. എല്ലാം തെറ്റിദ്ധരിക്കാന്നാണ് അവരുടെ സ്വഭാവം. എല്ലാ സംഗതിയും തെറ്റിദ്ധരിക്കും. ഒരാളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാറിൽ നേരത്തോടെ ഞാൻ പള്ളിയിൽ കയറി മൂത്രമൊഴിക്കട്ടെ ഇസ്ലാമെന്ന് പുറത്താണ്. പള്ളി കയറി മൂത്രമൊഴിക്കട്ടെ അർത്ഥം പള്ളി കയറി മൂത്രമൊഴിക്കുന്നല്ല, പള്ളീൻ്റെ അടുത്തുള്ള മൂത്രപ്പുരയെ കയറി മൂത്രമൊഴിക്കട്ടെ. അത്ര വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയേണ്ട അർത്ഥം അതാണ്. പള്ളി കയറി മൂത്രമൊഴിക്കട്ടെ തന്നെ പള്ളീൻ്റെ അടുത്തുള്ള മൂത്രപ്പുരയെ കയറി മൂത്രമൊഴിക്കട്ടെ എന്നാ മുസ്ലിമായ ഒരു മനുഷ്യൻ പറയുമ്പോൾ അങ്ങനെയാന്ന് ഉറപ്പാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു പള്ളീൻ്റെ ശത്രുവായ ഒരാൾ പറഞ്ഞാലോ ഞാൻ പള്ളി കയറി മൂത്രമൊഴിക്കട്ടെ, നല്ല മൂത്രമൊഴിക്കല്ല, കാണിച്ചു തരാം എന്നെ പറഞ്ഞു ഇല്ലേ. ആളെ നോക്കണം, പറഞ്ഞവനാരാന്ന് നോക്കണം. എന്നിട്ടേ ഒരു വിഷയത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഇത് മുഖ്തസർവതി മുത്തലിമിയൊക്കെ അറിയാം. അമ്പത്ത് റബീഉൽ ബഖല എന്ന് പറഞ്ഞാൽ അതായത് വസന്തകാലം ഇവിടെ സസ്യങ്ങൾ മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിമാണോ പറഞ്ഞേ? എന്നാ അതിന്റെ അർത്ഥം എന്താണ്? അത് മഴ പെയ്തുകൊണ്ട് വസന്തകാലം വന്നുകൊണ്ട് മുളച്ചു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഈ കാലം മുളപ്പിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് അത് ഈ കാലമാണ് മുളപ്പിക്കുന്നത് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന പറഞ്ഞാലോ അപ്പൊ അതിന്റെ മേന വേറെ ഒന്നാണ്. ഇതൊക്കെ ശരിക്കും ദർസിന്ന് ഓതിക്കൊടുത്തതാണ് മുത്തലിമിക്ക്. എന്നിട്ട് ചില മുത്തലിമിക്ക് ഇപ്പൊ പറയുന്നൊന്നും തിരിയുന്നില്ല. ഭയങ്കര സങ്കടമല്ലേ? ഓതി പഠിച്ചിട്ട് തിരിയാണ്ടായി പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എല്ലാം വേർതിരിച്ച് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. അതൊക്കെ നന്നായിട്ട് കിതാബ് ഓതി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ അവർക്ക് അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തു. ഇനി ഞാൻ പറയാം, സെലഫിയൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു ആയത്തു അതിന് തന്നെ വരും. ഒരിക്കൽ നമ്മളെ സാധാരണ കിതാബൊന്നും ഉദ്ധരിച്ചാൽ മതിയാവില്ല. ഔലിയാക്ക് അങ്ങനെ കഴിയുക ഇങ്ങനെ കഴിയുക എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. അതിന് ഒരു ആയത്ത് ഞാൻ വേറോ, അതാണ് ഞാൻ ആദ്യം ഒരു വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. അല്ലാഹു തആല പറയാണ് വല്ലദീ ജാഅ ബിസ്സിദ്ഖി, വല്ലദീ ജാഅ ബിസ്സിദ്ഖി, വല്ലദീ ജാഅ ബിസ്സിദ്ഖി, സിദ്ഖ് കൊണ്ടുവന്ന ആള് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ഖും കൊണ്ടുവന്നു, സത്യവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസദ്ദഖ ബിഹി, ആ നബി തങ്ങൾ കൊണ്ടുവന്നതിനെ സത്യമാക്കിയ ആളുകൾ ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് മുത്തഖീങ്ങൾ. എന്നാൽ അതാ അവിടെ നമുക്ക് കാണാം ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതാ പറയുന്നു ആര്? ലോ സലഫിയും ഒരുപോലെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ പറയാണ് അത് വസഫഹുമുല്ലാഹു ബിഅന്നഹും ഹുമുൽ മുത്തഖൂന. അല്ലാഹു തആല അവരെ പറ്റി പറഞ്ഞു അവർ മുത്തഖീങ്ങളാണ്, ഔലിയാക്കൾ എന്ന് പറഞ്ഞു. വൽ മുത്തഖൂന ഹും ഔലിയാഉല്ലാഹ്, ആ പറഞ്ഞ മുത്തഖീങ്ങളാണ് ഔലിയാക്കൾ. അദ്ദേഹത്തിന്റെ ഫതാവയുടെ 11-ാം വാള്യം 67-ാമത്തെ പേജിൽ കാണാം. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത് ഔലിയാക്കളെ സംബന്ധിച്ചാണെന്ന് ഇബ്നു തൈമിയ്യ തന്നെ പറയാണ്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഇനി അടുത്ത വാചകം എന്താണ്? ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്നതുണ്ട്.
ദാലിക ജസാഉൽ മുഹ്സിനീൻ. മനസ്സ് വളരെ ക്ലിയറായി അള്ളാഹുവിലേക്ക് തിരിച്ചവർക്കുള്ള പ്രതിഫലം അങ്ങനെയാണ് നബിയേ. അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്നതുണ്ട് അവരെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുന്നു. അവർ ചെയ്ത നല്ല കാര്യത്തിന് വലിയ പ്രതിഫലം പടച്ച റബ്ബ് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ പറയാണ്, എന്താ പറയുന്നത്, ഔലിയാക്കൾ മഅസൂമുകളാണ് എന്ന് നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നില്ല. മഅസൂമിങ്ങൾ അമ്പിയാക്കളും മലക്കുകളും മാത്രമാണ്. കാരണം അല്ലാഹു തആല ഇവിടെ പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു? അവരിൽ വല്ല തെറ്റും വന്നെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു വലിയന്റെ അടുക്കൽ ഒരു തെറ്റും വന്നുകൂടാത്തൊരു മഅസൂമാണ് മലക്കുകളെ പോലെയാണെന്നോ അല്ലെങ്കിൽ അമ്പിയാക്കളെ പോലെയാണെന്നോ ഇവിടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നില്ല. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട മാഇസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയാണ്, ഔലിയാക്കളിൽ വലിയ പ്രമുഖനാണ്. പക്ഷേ മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയി. പക്ഷേ അവിടുത്തെ തൗബയോ, ആ തൗബ എങ്ങാനും ചെയ്താൽ ഏത് സമൂഹത്തിനും അല്ലാഹു പുറത്തു കൊടുക്കുന്ന നിലക്കുള്ള തൗബയാണ്. അതുകൊണ്ട് മിണ്ടിപ്പോകണ്ട അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതുകൊണ്ട് മഅസൂമായ നബിയാണെന്നോ മലക്കാണെന്നോ ഒരു വലിയനെ സംബന്ധിച്ച് ധരിക്കരുത്, അങ്ങനെ ധരിക്കേണ്ടതും ഇല്ല. അതേ സമയത്ത് അവർക്ക് വലിയ പ്രതിഫലം റബ്ബ് കൊടുക്കുന്നു. അവർക്ക് ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവർക്ക് റബ്ബിന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്നതുണ്ട്. അപ്പൊ കൊടുക്കുന്നതാരാ? അല്ലാഹു തആല കൊടുക്കേണ്ട. അല്ലാഹു കൊടുത്തിട്ട് കിട്ടുന്നതാണ്, അല്ലാതെ അവരെ സ്വന്തം വകയിൽ ഇവിടെ ആർക്കും ഒന്നുമില്ല. ഇവിടെയാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതായത് ഈ പ്രസംഗിക്കാൻ അറിയാത്തവർ, അതുപോലെ വിഷയം പറയാൻ അറിയാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ കൺഫ്യൂഷൻ ആവും. ഈ കൺഫ്യൂഷൻ ആക്കാൻ വലിയ തെറ്റാണ്. പരിശുദ്ധ ഖുർആനിൽ 2 സൂറത്ത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രമേയം എന്താണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, മഹാന്മാരെ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണേ എന്നുള്ള ദുആയാണ്. സിറാത്ത് മുസ്തഖീം, നേരെയുള്ള വഴിയിൽ നിർത്തണേ, അത് പ്രാർത്ഥിക്കുന്നു നമ്മൾ. ഒന്ന്. രണ്ടാമത്തെ എന്താണ്? ഖുർആന്റെ അവസാനത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതിലെന്താ ഉള്ളത്? മനുഷ്യന്മാർക്ക് കൺഫ്യൂഷൻ ആക്കുന്ന ആളുകളുടെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കേണ്ട. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഈമാൻ തെറ്റിക്കുന്നവരുടെ ഫിത്നയാണ് ഏറ്റവും വലിയ ഫിത്ന. അതുകൊണ്ട് അവരെ ഫിത്നയിൽ നിന്ന് മനുഷ്യന് കാവൽ ചോദിക്കാനുള്ള സൂറത്തായതുകൊണ്ട് അതിൽ അള്ളാഹുവിന്റെ ഔസാഫുകൾ കൂടുതൽ പറഞ്ഞുകൊണ്ടാണ് അതിലുള്ളത്. അത് ലാസ്റ്റ് സൂറത്തതാണ്. നമ്മളെ ഈമാൻ തെറ്റിപ്പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരെയും കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോകൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുക? ഈമാൻ തെറ്റിപ്പോകൽ എന്തുകൊണ്ടുണ്ടാകുമോ അത്തരം കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. ഹദ്ദാദ് റാത്തീബിൽ കുറേ ദിക്റുണ്ട്. അതിൽ ഒരു ദിക്ർ 7 പ്രാവശ്യമാണ്, ബാക്കിയല്ലധികം 3ഉം 4ഉം ഒക്കെയാണ്. അദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. മരണം ഈമാനോടെ ഇസ്ലാമായി മരിക്കണം. അത് 7 പ്രാവശ്യം പറയുന്നുണ്ട്. 7 വലിയ പ്രത്യേകത ഉണ്ട്. ആകാശം 7ആണ്, ഭൂമി 7ആണ്, ഒരാഴ്ചക്കുള്ള ദിവസം 7ആണ്, അങ്ങനെ കുറേ ഉണ്ട്. 7 സംബന്ധിച്ചും പറയുന്നത് സബീഉൽ മസാനി, അങ്ങനെ ഒരുപാട് ബഹുമാനമുള്ളതാണ്. 7 പ്രാവശ്യം പറയണത് അദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. മരിക്കുമ്പോൾ മുസ്ലിമായി മരിക്കണം, ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടണം. അതാണ് ഏറ്റവും പ്രധാനം. ആ ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടാതെയായി പോകുന്ന ചില ആൾക്കാരുണ്ട്. അതിനെ സംബന്ധിച്ച് അതായി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് അഹ്മദ് ബാസുദാൻ റളിയല്ലാഹു അൻഹു ഈ ഹദ്ദാദ് റാത്തീബിന്റെ ശർഹിൽ പറയുന്നുണ്ട്, വഅലം അന്നഹു കസീറൻ മാ യുഖ്തമു ബിഖാതിമത്തി സൂഇ. പലപ്പോഴും ഈമാൻ കിട്ടാതെ ഖാത്തിമത്ത് നഷ്ടപ്പെട്ടു പോകുന്നവർ അല്ലദീന യതഹാവനൂന ബിസ്സലാത്തിൽ മഫ്റൂദ, 5 നേരത്തെ നിസ്കാരം അത് പ്രശ്നമാക്കാതെ അത് ഖളായിപ്പോയാലും വിട്ടുപോയാലും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ കക്ഷികൾ വസകാത്തിൽ വാജിബ, വാജിബായ സക്കാത്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവർ, വല്ലദീന യതതബ്ബഊന ഔറാത്തിൽ മുസ്ലിമീൻ, അതേപോലെ മറ്റ് മുസ്ലിമീങ്ങൾക്കുള്ള കുറ്റവും കുറവും നോക്കി നടക്കുന്നവർ, വല്ലദീന യൻഖുസൂനൽ മിക്യാല വൽ മീസാന, അതുപോലെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർ, വല്ലദീന യഖ്തഊനൽ മുസ്ലിമീന വയഖുസൂനഹും വയുലബ്ബിസൂന അലൈഹിം ഫീ ഉമൂരിദ്ദീനി വദ്ദുനിയാ,
ഇതുപോലെ മറ്റുള്ള ആളുകളെ ചതിക്കുന്നവർ ദീനിന്റെ കാര്യത്തിൽ ചതിച്ചാലും ദുന്യാവിന്റെ കാര്യത്തിൽ ചതിച്ചാലും വേറോരോരുത്തരെ ചതിക്കുന്നവർ അവരുടെ ഈമാൻ കിട്ടൽ പ്രയാസമാണ്. വല്ലദീന യുകദ്ദിബൂന ഔലിയാ അല്ലാഹി, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കളവാക്കുന്നവർ, വയുൻകിറൂന അലൈഹിം ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു അവകാശവുമില്ലാതെ അവരെ വിമർശിക്കുന്നവർ. പിന്നാരാന്നറിയങ്ങള് ഈമാൻ തെറ്റിപ്പോന്നവര്, ഹുസ്നുൽ ഖാത്തിമത്തില്ലാതെ സൂൽ ഖാത്തിമത്ത് വരുന്നവര്. വല്ലദീന യദ്ദഊന അഹ്വാലൽ ഔലിയാഇ വമഖാമാതിഹിം മിൻ ഗൈരി സിദ്ഖിൻ, അതേ സമയത്ത് ഞാനൊരു ഔലിയാണ് എന്ന് നടിച്ചു നടക്കുന്നവർ. അതായത് വലിയിന്റെ മർത്തബകളോ വലിയിന്റെ സ്ഥാനങ്ങളോ വലിയിനാവശ്യമായ വിശേഷണങ്ങളോ ഒന്നുമില്ലാതെ ഞാനൊരു ഔലിയാണ് എന്ന് നടിച്ചു നടക്കുന്നവർ. അങ്ങനെയുള്ള കക്ഷികൾ അവർക്ക് ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാകാൻ പ്രയാസമാണ്. കാരണം ഇത് തീക്കൊള്ളി കൊണ്ടാ തലയൊറിയുന്നത്. ഔലിയായിട്ട് നടിക്കുക, ആ നാട്യമുള്ള ആളുകൾ അവരും സൂഉൽ ഖാത്തിമത്ത് വരാൻ സാധ്യതയുള്ളവരാണ് എന്ന് ബഹുമാനപ്പെട്ട ബസുദാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇത് വളരെ മോശമായൊരു പരിപാടിയാണ് ഈ ഔലിയായിട്ട് നടിക്കല്. പിന്നെയും വാസ്ബാഹിദാലിക മിനൽ ഉമൂരി ശനിഅതി, അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വമിൻ അഖ്വഫി മാ യുഖാഫു മിൻഹു അലാ സാഹിബി സൂഉൽ ഖാത്തിമത്തി, അതുപോലെ ഈമാനില്ലാതെ മരിച്ചു പോകാൻ കാരണമാകുന്ന വളരെ പേടിക്കേണ്ട ഒരു സംഗതി അൽ ബിദ്അത്തു ഫിദ്ദീൻ, ദീനിൽ പുത്തനാശയമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ചത്തെ ജുമാ. ആ വെള്ളിയാഴ്ച ജുമാ നബിയും സഹാബത്തും താബിഈങ്ങളും മുതൽക്ക് ഇന്ന് വരെയുള്ള എല്ലാ മുസ്ലിമുകളും അറബിയിൽ ഖുതുബ ഓതിയിട്ട് ജുമാ എടുത്തിട്ട് ഇപ്പൊ അടുത്ത് കുറച്ച് കൊല്ലം മുമ്പ് കൂട്ടറങ്ങ് പാസ്സാക്കിയത് മലയാളത്തിലാക്കുക. അപ്പൊ എന്തായി? അത് റസൂൽ ചെയ്യാത്ത പണിയാണ്, നിസ്കാരം ബാത്തിലാക്കുന്ന പണിയാണ്. ഇങ്ങനെയുള്ള 100 ബിദ്അത്തുകളുണ്ട്. ഈ ബിദ്അത്ത് ചെയ്യുന്നവർ അവരും ഈമാൻ തെറ്റിപ്പോകാൻ വളരെയേറെ സാധ്യതയുള്ളവരാണ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്താണ്. അപ്പോ അതിലൊരു കൂട്ടരാണ് ഔലിയാക്കളെ നിഷേധിക്കുന്നവരും, വേറൊരു കൂട്ടരാണ് ഔലിയ ചമയുന്നവരും. ഇത് രണ്ടും വളരെ അപകടം പിടിച്ച ഹുസ്നുൽ ഖാത്തിമത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള 2 ടീമാണ്. അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദബ്. അദബ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഇലാബുൽ ഉസ്താദ് നേരത്തെ പറഞ്ഞു, അദബ്. പാപ്പ ഉമ്മാനോട് അദബ് വേണം, അതുപോലെ ഓരോന്നിനോട് വേണം. സാധുക്കളോട് അദബ് വേണം. എനിക്കറിയാം, നമ്മളിത് പഠിച്ചൊരു ഒരു ചെറുപ്പക്കാരൻ സിറാജുൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ മർക്കസ് പോയി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച അയാൾ എന്ത് ചെയ്തു? അയാള് ഈ നൂരിഷാ തരീഖത്തിലേക്ക് പോയി. നൂരിഷാ തരീഖത്തിൽ അദ്ദേഹം പോയപ്പോ ഞാൻ അന്ന് അവിടെ തിരൂര് കൂട്ടായി പോയിട്ട് ഞാൻ നൂരിഷാ തരീഖത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം നൂരിഷാ തരീഖത്തിന്റെ ആളുകളുടെ ആശയം വളരെ മോശമായ ആശയമാണ്. ഞാൻ അവരുടെ പുസ്തകങ്ങൾ വായിച്ച് പ്രസംഗിച്ചിട്ട് അതുവരെ ഒരു ഇതുണ്ടായിരുന്നു. നൂരിഷാ തരീഖത്തുകാർക്ക് ഒരു അമ്മിയൊത്താനുണ്ടോ എന്നൊരു സ്വഭാവം ഉണ്ടായി. ഈ ഇവരുണ്ടല്ലോ പണ്ട് കാലത്ത് അമ്മിയൊത്താനുണ്ടോ നിങ്ങൾ വാദപ്രകാരത്തിനുണ്ടോ എന്ന് ചോദിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവർക്ക്, ഈ നൂരിഷാ തരീഖത്തുകാർ. അതില്ലാതെ അത് ആ പ്രസംഗത്തോടു കൂടിയാണ്. കാരണം അതിന് ഞാൻ ഓരോന്നും തെളിവായിട്ട് ഇങ്ങനെ മണിമണിയായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നൂരിഷാ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന ഒരാളുണ്ട്, ഞാൻ മൂപ്പരെ കണ്ടിട്ടില്ല, ഞാൻ മൂപ്പരെ പറ്റി ഒന്നും പറയലുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ആശയം പറഞ്ഞാൽ മതിയല്ലോ, വ്യക്തിനെ പറഞ്ഞ ആവശ്യമില്ലല്ലോ. ഞാൻ പറയാറില്ല, അതിൻ്റെ ആവശ്യമില്ല. അതേ സമയത്ത് നൂരിഷാ തരീഖത്ത്, അത് തരീഖത്ത് എന്ന പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന കക്ഷികൾ പ്രവർത്തിക്കുന്നത് അത് തെറ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതവർ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുമായിരുന്നു. ആലിമീങ്ങളിൽ എന്നുള്ള പലരും മരണപ്പെട്ടു പോയി. അള്ളാഹു തആല അവർക്കെല്ലാം ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നൂരിഷാ തരീഖത്തിനെ ഈ തരീഖത്തിലുള്ള ഈ ആശയങ്ങൾ തെറ്റാണെന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ആശയത്തെ ഒരാളും അംഗീകരിക്കൂല. പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ ചില കാര്യങ്ങൾ വരും. അത് ഒരു വ്യക്തിയെ നമ്മൾ പറയണ്ട, ഒരു തങ്ങളെ പറയണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തെറ്റായ ആശയത്തെ പറയണ്ട എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കി വെക്കണം എന്നുകൂടി ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാൻ. പലരും പഴിച്ചു പോലെ തന്നെ അറിയൂ. നമ്മൾ ഉസ്താദുമാര്, ആലിമീങ്ങൾ, അതുപോലെ സാലിഹീങ്ങൾ, ഔലിയാക്കൾ, അത്തരത്തിലുള്ള ആളുകൾ അവരുടെ ആശയങ്ങളൊക്കെ ഉദ്ധരിക്കാൻ പാടില്ല. അതിനൊക്കെ നിയമമുണ്ട്. അവർ പറഞ്ഞെല്ലാം പറയുക, അങ്ങനെയൊന്നും പറ്റില്ല. പറയൽ ആവശ്യമുള്ളത്, പറയാൻ പറ്റുന്നത്, പറയേണ്ടടുത്ത് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, ഇതൊരു ക്ലാസ്സാണ്. പ്രത്യേകിച്ച് ഈ സാസിലുള്ള കൂടുതലും ഈ നമ്മളെ സിറാജുൽ ഹുദയുടെ പഠിക്കുന്നതും മുതഅല്ലിമീങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഫലം എന്ന് ആലോചിക്കാതെ ഒരു വിഷയം സംസാരിക്കാൻ പാടില്ല. അത് തരീഖത്തിലെ ഒരു പ്രത്യേക നിയമം തന്നെയാണ്. അതായത് ഒരു ശൈഖിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മഹാനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ
ആ മഹാന് അത് പറഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കും ബാധിക്കുക എന്ന് നോക്കേണ്ടതുണ്ട്. വലിയുല്ലാഹിയെ പോലുള്ളൊരു മഹാൻ, ആ മഹാനെ സംബന്ധിച്ച് വേറൊരു കൂട്ടർക്ക് ആക്ഷേപിക്കാനും വേറൊരു കൂട്ടർക്ക് അധിക്ഷേപിക്കാനുമുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ അവസരം ഉണ്ടാക്കുന്ന വാചകങ്ങൾ പറഞ്ഞാൽ ആ പറയുന്നത് വലിയ അപകടമാണ്, വലിയ തെറ്റാണ്, അത് അദബുകേടാണ്. അത് ത്വരീഖത്തിനെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ ഇമാമിയങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. നമ്മളൊരു മഹാനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ മഹാന്റെ കഠിന ശത്രുക്കൾ, ആ കഠിന ശത്രുക്കളുടെ മുമ്പിൽ പറയുമ്പോൾ അവർക്ക് ആ മഹാനെ ആക്ഷേപിക്കാൻ വകുപ്പുണ്ടാകുന്ന ഒന്നും പറയാൻ പാടില്ല. വലാ യദ്കുറുഹു ബി ഖൈരിൻ, നല്ല എന്നെയും പറയാൻ പാടില്ല, നല്ല എന്നെയും പറയാൻ പാടില്ല. വലാ യദ്കുറുഹു ബി ഖൈരിൻ ഇൻദ അഅദാഇഹി ഖൗഫൻ മിൻ അൻ യകൂന ദാലിക വസീലത്തൻ ലിഖദ്ഹിഹിം ഫീഹി. ഖൈറായ കാര്യം തന്നെ പറയാൻ പാടില്ല. അപ്പൊ നമ്മളൊരു ഖൈർ പറഞ്ഞാൽ എതിരാളി എത്രയോ കുറ്റം പറയും മൂപ്പരെ. അങ്ങനെ വന്നാൽ നമ്മളാ ഖൈർ പറയേണ്ട നോക്കണം, അതാണ് ലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. നിങ്ങൾ അല്ലാഹു അല്ലാത്ത വേറെ കുറെ ആലിഹത്ത് ആണെന്നും പറഞ്ഞിട്ട് ഇബാദത്ത് എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ അവരുടെ ആലിഹത്തിനെ നിങ്ങൾ പോയി ചീറ്റിക്ക് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അപ്പോൾ അവരെന്ത് ചെയ്യും? അള്ളാഹിനെ തിരിച്ച് കുറ്റം പറയും. ഇതുപോലെ നിങ്ങൾ ചിലപ്പോ ശത്രുക്കളെ മുന്നിൽ വെച്ച് പ്രകീർത്തിച്ച് പറയുമ്പോൾ ആ പ്രകീർത്തനം ശരിയാണെങ്കിൽ പോലും അതുകൊണ്ട് ശത്രു ഒരുപാട് കുറ്റം പറയുമെന്ന് കണ്ടാൽ ആ മഹാനെ കുറ്റം പറയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആകാൻ പാടില്ല. അതൊരു മുരീദിന്റെ ആദാബുൽ മുരീദി ഫീ ശൈഖിഹി, അതിൽ പ്രത്യേകം പറയുന്ന സംഗതിയാണ്. തന്റെ ശൈഖിന്റെ ബഹുമാനം ഒരാളെ മുമ്പിൽ പറഞ്ഞാൽ, ശത്രുവിന്റെ മുമ്പിൽ പറഞ്ഞാൽ അയാൾ കുറെ കുറ്റം ഇങ്ങോട്ട് പറയാനുള്ള വകുപ്പുണ്ടാകുമെങ്കിൽ പറയാൻ പാടില്ല, അദബുകേടാണ്. ഇനി ഒന്നുകൂടി വായിക്കാം, വേറൊരു ഭാരത്ത് വായിക്കാം, കേട്ടോളി. വമിൻഹാ അല്ലാ യൻഖുല മിൻ കലാമി ശൈഖി ഇൻദൻ നാസി ഇല്ലാ ബിഖദ്രി അഫ്ഹാമിഹിം വഉഖൂലിഹിം. ആളുകളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് വല്ല ശൈഖിന്റെയും വാചകത്തിൽ വന്നാൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയാൻ പാടില്ല. അപ്പൊ ഇപ്പൊ കുറെ ആളുകളുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് എന്താണ് തരീഖത്ത് എന്ന് അറിയില്ല, എന്താണ് ശൈഖ് എന്ന് അറിയില്ല, എന്താ മുരീദ് എന്ന് അറിയില്ല, എന്താ തസവുഫ് എന്ന് അറിയില്ല, എന്താ ഇൽമു എന്നും അറിയില്ല. അവർക്ക് എന്തെല്ലോ വിളിച്ചു പറയണം. ഇപ്പൊ നല്ല സുഖാണല്ലോ, കാരണം എല്ലാവർക്കും 5 പൈസ മുതലില്ലാണ്ട് ദുന്യാവട്ടാകെ എന്തും എത്തിക്കാൻ പറ്റുന്ന ഒരു കാലമായിരുന്നു. പണ്ടത്തെ പോലെ പണ്ടൊരു അത് കിട്ടണമെങ്കിൽ ആർക്കും സംഘടിപ്പിക്കണ്ടേ, ആർക്കും സംഘടിപ്പിക്കാണ്ടൊരു അത് പറയാനാവില്ലല്ലോ, ഒരു പ്രസംഗം പറയാനാവില്ലല്ലോ. ഇപ്പൊ അങ്ങനെയല്ല, സംഘടിപ്പിക്കണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലില്ല മൊബൈൽ ഫോണ്. അപ്പൊ അതിൽ പറഞ്ഞാൽ ഇട്ടുവിട്ടാൽ മതിയല്ലോ. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്താണ്, എല്ലാവരും വാളെടുക്കാണ്. ഇപ്പൊ അങ്ങനെ വാളെടുക്കാൻ നിന്നിട്ട് കുറേ മഹാന്മാരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഗതികൾ പറയുന്നു. അത് കടുത്ത അദബുകേടാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാനും ചെയ്യാനും പാടില്ല. അത് പ്രത്യേകിച്ച് ഉണർത്താൻ. ഇത് നമ്മൾ പറഞ്ഞാലേ, അതിങ്ങനൊന്നും പറയരുത് എന്ന് പറഞ്ഞാലേ, ഈ ടീമിന്റെ സ്വഭാവം എന്താ അറിയോ? 3 ഔലിയാക്കളോടൊന്നും ബഹുമാനില്ല, 3 ഔലിയാക്കളെ എതിരാളിയാണ് എന്ന് പറയും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇത് തുടങ്ങിയിട്ട് കാലത്രയും അറിയോ? ഇത് ഔലിയ എന്ന് പറയുന്ന ഒരു കിതാബാണ്. ആരെ? അബൂ നുഐം അൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ലിയത്തുൽ ഔലിയ. നമ്മുടെ മിസ്കാത്തിലടക്കം റവാഹു ഫിൽ ഹില്യ എന്ന് പറയും. അപ്പൊ മിസ്കാത്തിലടക്കം എടുത്ത് ഉദ്ധരിക്കുന്ന ഹദീസിന്റെ കിതാബാണ്. മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹാനാണ് അബൂ നുഐം അൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഒരു കിതാബ് എഴുതാൻ എന്താ കാരണം അറിയോ? ബഹുമാനപ്പെട്ട ഒരു കിതാബ് എഴുതാൻ കാരണം, ബഹുമാനപ്പെട്ടവരുടെ കാലത്ത് കുറെ വ്യാജ ശൈഖന്മാരിറങ്ങി. ഈ വ്യാജ ശൈഖന്മാരെ ശക്തിയായിട്ട് അങ്ങോട്ട് എതിർത്തു. ശക്തിയായിട്ട് എതിർത്തപ്പോൾ മൂപ്പരെ സംബന്ധിച്ച് പ്രചരണം ഉണ്ടായി, ഇയാൾ ഔലിയാക്കളെ എതിരാളിയാണ്. വദാലിക, എന്താണ് ഇവിടെ ഇങ്ങനൊരു ഞാനൊരു കിതാബ് എഴുതണോ നിങ്ങൾ പറയാനായി കാരണം? അതിന്റെ കാരണം സംബന്ധിച്ച് പറയാണ്. വദാലിക, നിങ്ങൾ എന്നോട് അതിന് ഔലിയാക്കളെ പറ്റിയ കിതാബ് എഴുതാൻ നിങ്ങൾ എന്നോട് പറയാൻ കാരണം എന്താ? ലമ്മ ബലഗക, നിങ്ങൾ അറിഞ്ഞപ്പോ, മിൻ ബസ്തി ലിസാനിന, നമ്മൾ നന്നായിട്ട് നാവ് നീട്ടി പ്രസംഗിക്കുന്നുണ്ട്. വലിസാനി അഹ്ലിൽ ഫിഖ്ഹി, അതുപോലെ തന്നെ നമ്മൾ മാത്രമല്ല വിവരമുള്ളവരെല്ലാം, വൽ ആധാരി ഫീ കുല്ലിൽ ഖത്രി വൽ അംസാരി, എല്ലാ നാട്ടിലുള്ള എല്ലാ മഹാന്മാരും വളരെ ശക്തമായി സംസാരിക്കുന്നുണ്ട്. ആരെപ്പറ്റി? ഫിൽ മുന്തസിബീന ഇലൈഹിം മിനൽ ഫസഖത്തിൽ ഫുജാരി വൽ മുബാഹിയത്തി വൽ ഹലൂലിയത്തിൽ കുഫാരി വലൈസ മാ ഹല്ല ബിൽ കദ്ബത്തി മിനൽ വഖിയത്തി വൽ ഇൻകാരി
بقاده في منقبة البرة الأخيار وواضح من درجة الصفوة الأبرار بل في إظهار البراءة من الكذابين والنكير على القوة البطالين نزاهة للصادقين ورفعة للمتحققين. വ്യാജവാദക്കാരായ വ്യാജത്തരീക്കത്തുകാരായ ആളുകൾ, ആ ആളുകൾക്കെതിരെ ഞങ്ങളും ഞാനും അതുപോലെ മറ്റ് പണ്ഡിതന്മാരും ശക്തിയായി സംസാരിക്കുമ്പോ അവര് പ്രചരണം നടത്തുകയാണ്, ഔലിയാക്കൾക്കെതിരാണ് എന്ന് പ്രചരണം നടത്തുകയാണ്. വാസ്തവത്തിൽ ഞങ്ങൾ വ്യാജന്മാരെ ശക്തിയായി എതിർക്കുന്നതിന്റെ അർത്ഥം ശരിയായ ഔലിയാക്കളെ നമ്മൾ തള്ളിപ്പറയുന്നു എന്നാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാനിതാ കിതാബ് എഴുതുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് വകൈഫ നസ്തജീസു നഖീസത ഔലിയാഇല്ലാഹി തആല. ഒരിക്കലും തന്നെ ഔലിയായിനെ കുറ്റം പറയൽ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല. വമുഅദ്ദനും ബിമുഹാറബത്തില്ലാഹ്. ഔലിയാക്കളെ കുറ്റം പറയുന്നവർ അവർ അല്ലാഹു തആല അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഔലിയാക്കൾക്കെതിരെ നമ്മൾ പ്രവർത്തിക്കൂല, പറയൂല. പക്ഷേ വ്യാജന്മാർക്കെതിരെ ശക്തമായി പറയും. അതിന്റെ പേരിൽ ആരോപണം പറയാണ്. എന്ത്? ഔലിയാക്കൾക്കും എതിരാണ് എന്ന് ആരോപണം പറയും. ഇതാര്? അബൂ നുഐം റളിയല്ലാഹു അൻഹു ഹിജ്റ 430 വഫാത്താകുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ വ്യാജന്മാരുണ്ട്. ആ വ്യാജന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വ്യാജന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ അവർ ഔലിയാക്കൾക്കെതിരാണെന്നുള്ള പ്രചരണവും നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹും ഇതേ കാര്യം ഇമാം ഖുത്ബുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അവരും പറയുന്നുണ്ട്. വജഅലു തലബ്ബുസ ബിശിആരിൽ ഫഖ്രി മൗക്കലതൻ. എന്തിനാണിപ്പോ ഈ ഔലിയ ചമയുന്നത്? അത് തീറ്റി കിട്ടാൻ വേണ്ടിയാണ്. അമലെടുക്കാൻ അവർക്ക് കിട്ടൂല, തഹജ്ജുദ് കരിക്കാൻ കിട്ടൂല, സുന്നത്ത് നോമ്പ് എടുക്കാൻ കിട്ടൂല. എത്ര ആളുണ്ട് എല്ലാ ആഴ്ചയിലും വ്യാഴവും നിങ്ങളും നോമ്പെടുക്കുന്ന എത്ര ആലിമീങ്ങളുണ്ട്. എല്ലാ മാസത്തിലും അയ്യാമുൽ ബീദും അയ്യാമു സൂദും എടുക്കുന്ന ആലിമീങ്ങളുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് നീണ്ട 11 റക്അത്ത് വിത്രൊക്കെ നിസ്കരിക്കുന്ന എത്ര ആലിമീങ്ങളുണ്ട്, എത്ര മഹാന്മാരുണ്ട്. പക്ഷെ അവരെത്തൊന്നും ഇവർ പോകില്ല. ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോളും പരിപാടിയും. അതാണ്. അങ്ങനെ മടിയന്മാരായിട്ട് അമലൊന്നും ചെയ്യൂല, അതേ സമയത്ത് നല്ലോണം തിന്നു കൂടണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ. ഇങ്ങനത്തെ ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കേൾക്കൂല, എത്ര പറഞ്ഞു കൊടുത്താലും തിരിയൂല, മനസ്സിലാക്കൂല. ഞാൻ അബുൽ അബ്ബാസ് അൽ ഖസ്തലാനി എന്റെ ബാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു സമീഅതു ശൈഖ് അബൂ അബ്ദുല്ലാഹിൽ ഖുറശി. അബൂ അബ്ദുല്ലാഹിൽ ഖുറശി എന്ന് പറയുന്ന മഹാൻ പറയുന്നത് ഞാൻ കേട്ടു. ലൗലം അൽഖ മിനൽ മശായിഖി മൻ ലഖീതു ലതവഹംതു അന്ന ത്വരീഖ മാ അലൈഹി നാസുൽ യൗം വമാ ഇൻദൻ നാസി മിന ത്വരീഖ ഇല്ല ലിസ്ം ഇല്ലാ മൻ സലക മിൻഹും അല തഹ്ഖീഖ് ഫൈദാ ഖാല ഹാദാ ഫീ അസ്രിഹി ഫമാ ദന്നുക ബിഹാദൽ അസ്ർ. അതായത് ഈ ഔലിയാക്കളുടെ വഴിയിൽ കടക്കുക, അതുപോലെ തന്നെ തസൗഫ്, സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാട്ടിക്കൂട്ടലാണ് എന്ന് ഇങ്ങനെ മനുഷ്യന്മാരുടെ കാണിച്ചിട്ടേ, പടച്ച റബ്ബേ, എനിക്കെങ്ങാനും ശരിയായ ശൈഖന്മാരെ കണ്ടുമുട്ടിയിട്ട് അവരെടുത്തുനിന്ന് ശരിയായ ത്വരീഖത്ത് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും വിചാരിക്കുമായിരുന്നു ഇത് തന്നെയാണ് ത്വരീഖത്ത്, ഇത് തന്നെയാണ് ശിഖെന്ന് ഞാനും വിചാരിച്ചു പോയിരുന്നു. അപ്പൊ നമ്മളിവിടെ കാണേണ്ടത് പണ്ട് കാലത്തേ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ്, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ. ഈ ഡ്യൂപ്ലിക്കേറ്റുകൾ എത്ര ഉണ്ടെന്ന് അറിയാം? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ സിഖ്റുല്ലാഹി പറയാണ് 12 ടീമുണ്ട്. സൂഫിസം ബാധിക്കുന്ന 12 കക്ഷികൾ. വാഹിദുഹും സുന്നിയൂൻ, ഒന്ന് മാത്രം സുന്നികളാണ്. ആരാ സുന്നികള്? വഹുമുല്ലദീന അഖ്വാലുഹും വഹുമുല്ലദീന അഫ്ആലുഹും വഅഖ്വാലുഹും. ആരാണ് സുന്നിയായ ശരിയായ ത്വരീഖത്തുകാര്? അവരുടെ പ്രവർത്തനങ്ങൾ, വഅഖ്വാലുഹും അവരുടെ വാക്കുകൾ, മുവാഫിഖത്തുൻ ലിശ്ശരീഅ വത്വരീഖ, അത് ശരീഅത്തിനോടും ത്വരീഖത്തിനോടും യോജിച്ചതാണ്. വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. വബഅദുഹും യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. ആ അഹ്ലുസുന്നത്തിൽപ്പെട്ട സൂഫികൾ അവർ ഹിസാബില്ലാതെ തന്നെ ചിലർ സ്വർഗ്ഗത്തിൽ കടക്കും. വബഅദുഹും യദ്ഖുലൂനൽ ജന്നത ബഅദൽ അദാബ്. തെറ്റൊക്കെ വന്നു പോയവരാണെങ്കിൽ അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷ കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ കടക്കും. വൽ ബാഖി ബിദഅയ്യൂന വൽ ബവാഖി ബിദഅയ്യൂന.
12 സൂഫിസത്തിന്റെ ടീമുള്ളതിൽ 11 ബിദ്അത്തുകാരാണ്, പുത്തനാശയക്കാരാണ്. ഇനി അവരെ പറ്റി വിശദീകരിക്കുന്ന കേട്ടോളി. ഫമിൻഹുമുൽ ഹൽവിയ്യ വൽ ഹാലിയ്യ വൽ ഔലിയായിയ്യ വത്തംറാഖിയ്യ വൽ ഹുബ്ബിയ്യ വൽ ഹൂരിയ്യ വൽ ഇബാഹിയ്യ വൽ മുതകാസില വൽ ഹദ്ദിയ്യ വൽ മുതജാഹില വൽ വാഖിഫിയ്യ വൽ ഹാമിയ്യ. ഇതൊക്കെ ഈ വ്യാജ തരീഖത്തുകാരെ പേരാണ്. എന്താണ് ഓരോരുത്തരുടെ വാദം? മുഹീദ്ദീൻ വിശദീകരിക്കുകയാണ്. ഹൽവിയ എന്ന് പറയുന്ന കക്ഷികളാരാന്ന് നിങ്ങൾ ഇന്നൻ നദറ ഇലൽ, അവരെ വാദം എങ്ങനെയാണ്? ഇന്നൻ നദറ ഇലൽ വജിഹിൽ ജമീലി മിനൻ നിസായി, നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളൊക്കെ ഉള്ള നോക്കുക, വല്ല അമ്രതി, അതുപോലെ ഭംഗിയുള്ള ആൺകുട്ടികളെ നോക്കുക, ഹലാലുൻ, അത് ഹലാലാന്ന് അവരെ വാദം. അതാ ഹൽവിയ എന്ന് പറഞ്ഞു. വഫീഹി സിഫത്തുൽ ഹഖി, അതിന് ഓരോ വാദം എന്താ അറിയോ? അത് അള്ളാൻ്റെ ഒരു സത്യല്ലേ, അപ്പോൾ പടച്ചവൻ ഓർമ്മിക്കൂലേ, അതുകൊണ്ട് ഭംഗിയുള്ള ഓളെ ഒന്ന് നോക്കിയാലെന്താ, അത് നല്ലതാ. അതാണ് ഈ പറഞ്ഞ ടീം. ഒരു ടീമാണ്. പിന്നെയോ അടുത്ത ടീം, പിന്നെ അവരെ പരിപാടി ഫയർഖുസൂന, അവരിങ്ങനെ നൃത്തം കളിക്കും. നൃത്തം തഖ്ബീല വൽ മആനഖ, അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെല്ലാം പിടിച്ച് ചുംബിക്കുക, അതുപോലെ പെണ്ണുങ്ങളെ പിടിച്ച് ചുംബിക്കുക, അവരെ തരീഖത്തിന്റെ കോലാണ്. പിന്നെ ഹാദാ കുഫ്റുൻ മഹ്ദുൻ, മുഹീദ്ദീൻ ശിഖ്ലാൻ പറയാണ് ഇത് മഹ്ദൻ കുഫ്റാൻ. അമ്മൽ ഹാലിയ, നമ്മൾ പണ്ട് ഒരു വലിയ തരീഖത്തിനെ പണ്ട് തീർത്തിരുന്നല്ലോ, ഒരു പൈസന്റെ, അതിന്റെ കോലാണ്. വയഖൂലൂന ലിശൈഖി ഹാലത്തുൻ ലാ യുഅബ്ബിറു അൻ ശറഅ, ഒരു ശൈഖിന് ചില ഹാലത്തുണ്ട്, അല്ല ശൈഖിന് ചില ഹാലത്തുണ്ട്, അത് ശറഅൊന്നും നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു കൂട്ടർ. ഹാദി ബിദ്അത്തുൻ ലൈസത്ത് ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് അമൽ ഔലിയായിയ, ഔലിയാക്കളാന്ന് ഞാൻ പറഞ്ഞില്ല, ഔലിയാക്ക് വായിക്കാന്ന് പറഞ്ഞ ഔലിയായിയ എന്നൊരു കൂട്ടർ. അവരെന്താണ്? അവരെ സ്വഭാവം ഫൈനഹും യഖൂലൂന, അവർ വാദിക്കുന്നു ഇദാ വസലൽ അബ്ദു ഇലാ മർത്തബത്തിൽ ഔലിയായി, ഒരാൾ ഔലിയാക്കളെ മർത്തബയിലേക്ക് അങ്ങ് കയറിയാല് സഖത്തത് അൻഹു തകാലിഫു ശറഈ, പിന്നെ അയാൾക്ക് ശറഇന്റെ നിയമമൊന്നുമില്ല, പിന്നെ നിസ്കരിക്കണമെന്നില്ല, പിന്നെ നോമ്പെടുക്കണമെന്നില്ല, പിന്നെ പെണ്ണുങ്ങൾ പിടിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ ശറഇന്റെ നിയമമൊന്നുമില്ല എന്ന് വാദിക്കുന്നവര് യഖൂലൂന, അവരിതും കൂടി പറയുന്നുണ്ട് അൽ വലിയു അഫ്ളലു മിനൻ നബിയ്യീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ നബിയേക്കാളുള്ള ബഹുമാനമുണ്ട് വലിയന്. ഇന്ന ഇൽമൻ നബി വാസത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാം, നബിയുടെ ഇൽമ് ജിബ്രീൽ മുഖേനുള്ളല്ലേ, ഇൽമുൽ വലിയ്യി ബിഗൈരി വാസത്തത്തി ജിബ്രീൽ, ജിബ്രീൽ മുഖേനുള്ള ഡയറക്റ്റ് ഉള്ളതാണ് നമ്മളെ വലിയിൻ്റെത് എന്നാണ് അവരുടെ വാദം. വഹാദ തഅ്വീലു ഖതഉൻ വഹും ഹലകൂ ബിദാലിക അൽ-ഇഅ്തിഖാദി വഹദാ കുഫ്റുൻ, ഇതും കുഫ്റാണ്. ഇനി മുഹീദ്ദീൻ ശിഖ്ലാൻ പറയുന്ന വേറൊരു കൂട്ടർ തംറാഖിയ്യ എന്നൊരു കൂട്ടർ, അവരെ വാദം എന്താണ്? അവരെ വാദം അസ്സുഹബത്തു ഖദീമത്തുൻ വബിഹാ യസ്ഖുതുൽ അംറു വന്നഹ്യു എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കൂട്ടർ. അവർക്ക് സ്വന്തം പെണ്ണുങ്ങളെ, സ്വന്തം മോളെ തന്നെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ ഒരു കൂട്ടർ. അതങ്ങനെ ഒന്ന്. പിന്നൊന്ന് അവർ ഇതാ വസലൽ അബ്ദു ഇലാ ദറജത്തിൽ മഹബ്ബത്തി ഇൻദല്ലാഹി തസ്ഖുതു അൻഹു തകാലിഫ്, അള്ളാഹിന്റെ അടുത്ത് മഹബ്ബത്ത് അങ്ങോട്ട് കടുപ്പായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിസ്കാരവും നോമ്പൊന്നും വേണമില്ല. വലാ യസ്തുറൂന ഔറത്തുഹും ബൈനഹും, ഒരു ഔറത്തും മറക്കൂല, അങ്ങനെ ഇങ്ങനെ തുറന്നിങ്ങനെ ഉത്തിരിക്കല, അങ്ങനത്തെ ഒരു ടീം. അമൽ ഹൗരിയത്തു, വേറെ കൂട്ടർ ഹൗരിയ എന്ന് പറഞ്ഞൊരു ഫൈനഹും കൽ ഹാലിയ ലാകിൻ യദ്ഉന വത്അൽ ഹൂരി ഫീ ഹാലാതിഹിം ഫൈദാ അഫാഖു യതസലു ഫകദബു ഫഹലകു ബിഹി. ഒരു പറയുന്നറിയോ, ഹൂറുല്ലീങ്ങളെ ദുനിയാവിൽ തന്നെ കിട്ടും എന്ന് പറഞ്ഞ് ഇടയ്ക്കൊരു കുളിക്കലുണ്ട് ഇവർക്ക്. ഞാൻ ഹൂറുല്ലീങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞു കുളി, അങ്ങനെ ഒരു കൂട്ടർ. അത് വേറൊരു ടീമാണ്. അമൽ ഇബാഹിയ ഫയത്റുകൂനൽ അംറ ബിൽ മഅറൂഫ് വയുഹില്ലൂനൽ ഹറാം വയുബീഹുനൻ നിസാ. ഇബാഹിയ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ നല്ല കാര്യം കൽപ്പിക്കുകയൊന്നും വേണ്ട, പിന്നെ അതുപോലെ തന്നെ ഹറാമല്ല ഹലാലാണ്, അതുപോലെ അങ്ങനെ പറയുന്നത് വേറെ കൂട്ടർ. പിന്നെ മുതക്കാസില എന്നു വേറെ ഒന്ന്. അവരെ പരിപാടി എന്താ നിങ്ങൾ? ഫയത്റുകൂനൽ കസ്ബ, അതുപോലെ ഒരു പണിക്കും പോകില്ല. വയസ്കലൂന ബിൽ അബുവാബി, ഓരോരുത്തരെ പോയിട്ട് എന്തെങ്കിലും തരുമെന്ന് ചോദിക്കും, എന്നിട്ടിങ്ങനെ യാചിച്ച് നടക്കും. അങ്ങനെ ഒരു ടീം. വേദന തെർക്ക ദുനിയ വഹലക്കൂബി, അവരുടെ വാദം ഞങ്ങൾക്ക് ദുനിയാവൊന്നും വേണ്ട എന്നാണ്, സ്റ്റവ് കൊണ്ട് നാശാവുക ചെയ്തത്. ഇതുപോലെ വേറൊരു കൂട്ടർ അമൽ മുതജാഹില ഫയൽബസൂന ലിബാസൽ ഫുസ്സാഖി അലാ ദുഹൂരിഹിം ഫയദ്ദൗന ഫീ ബവാത്തിനിഹിം വഹലക്കൂബിഹി. വേറൊരു കൂട്ടർ അവർ തെമ്മാടികൾ ധരിക്കുന്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവരെ കൊലത്തിലാണ് നടക്കുക. അങ്ങനെ വേറൊന്ന്. അമൽ വാഖിഫിയ ഫൈനും യഖൂനു ലാ യരിഫുല്ലാഹ ഗൈറുല്ലാഹി തആല വയത്റുകൂന തലബൽ മഅരിഫ വഹലക്കൂബി. വേറൊരു വാഖിഫിയ എന്ന് അവർ അള്ളാഹിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊരു വേറൊന്ന്. അമൽ ഹാമിയ ഫയത്റുകൂനൽ ഇൽം, അവരെ കാര്യം എന്താ അറിയോ, ഈ ഇൽമു അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവിടെ ദർസിലൊന്നും പോണ്ട മക്കളെ, അതുപോലെ തന്നെ മുലാമരൊന്നും പോണ്ട, വേനഹുന തദ്രീസി ദർസൊന്നും വേണ്ട, താബഉൽ ഹുക്മ വയഖുനൽ ഖുർആനു ഹിജാബുൻ, അത് ഖുർആൻ ഹിജാബാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൂട്ടർ. ഇങ്ങനെ അവസാനം മുഹീദ്ദീൻ ശിഖ്ലാൻ പറയാണ് വലൈസു മിൻഹും
എന്നാൽ ഇങ്ങനൊക്കെ പല കക്ഷികളും ഉണ്ടെങ്കിൽ ഈ കക്ഷികളൊക്കെ അവരുടെ സ്വഭാവം ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. എന്താണ്? വയത്തുറുക്കൂനൽ ഖുർആൻ അവർ ഒഴിവാക്കും. വയ്യല്ലിമൂനൽ അഷ്ആറാവുല്ലാതെ കുട്ടിയെക്കുറിച്ച് പാട്ടെല്ലാം പഠിപ്പിക്കും. വയ്യത്തുറുക്കൂനൽ വിർദ, നമ്മൾ ഹദീസിലും മറ്റൊക്കെ വന്നത് ഇറുതുണ്ടല്ലോ, ഹദീസ് ദിക്റുകൾ, അതെല്ലാം അവരങ്ങോട്ട് ഒഴിവാക്കി കളിയും. വഹലക്കൂ ബിദാലിക്കൽ ഇഅ്തിഖാദ് വഫീ നഫ്സിഹിൽ ബാത്തിൽ യഖൂലൂന നഹ്നു അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഞങ്ങൾ സുന്നത്തി ജമാഅത്താണെന്ന് പറയുകയും ചെയ്യും.